എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ വൻ പൊളിയാ. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? അല്ല, എനർജി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കാറില്ലേ? ഇത് മതിയാ, എനിക്കിത് മതി. ഇവരെ ഇനി ഞാൻ വിടത്തില്ല. 63-ാമത്തെ വയസ്സാ. You look still young and very cute. ഇത്ര എനർജിക്കായിട്ടുള്ള ആളെ കിട്ടിയിട്ട് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ആ 62 ഇയേഴ്സിൽ യു ആർ ജസ്റ്റ് 26 മാത്രമേ ഉള്ളൂ. മനോജ് തുറുപുഴ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ. അല്ല, ഞാൻ ഒരു വില്ലൻ, ഒരു ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നല്ല, അദ്ദേഹത്തിന്റെ അതേ രൂപമുള്ളതാണ്. പൊന്നമ്പലമാണോ? പൊന്നമ്പലം, പ്രഡിക്ഷൻ കറക്റ്റ്. പൊന്നമ്പലം. അതായത് പൊന്നമ്പലത്തിന്റെ പ്രത്യേകത അറിയാവോ? ഈ കാലുകൊണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഈ ബാക്കിൽ നിൽക്കുന്ന ആളെ അടിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിക്കും. പക്ഷെ ഇവര് വൻ എനർജിയാണ്, ഫുൾ പവർ പാക്ക് ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു വോൾട്ടേജ് നമ്മൾ കുറയ്ക്കരുത് കേട്ടോ. ഓരോന്ന് പടപടയെന്ന് അങ്ങ് ചെയ്തു പോവാം. ശരി, അപ്പൊ ആദ്യം മനോജേട്ടൻ തന്നെ ഐശ്വര്യേട്ടൊക്കെ തുടങ്ങിക്കോ. ശങ്കരാടി സാർ. ഓക്കെ. കടകപുറത്ത് അധികാരത്തിന്റെ ലാറ്റ് കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. എന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും, എന്റെ കണ്ണ് ഞാൻ ചൂർന്നെടുക്കും, എന്റെ നാവ് ഞാൻ അരിഞ്ഞു കിട്ടും. പാടാവിടെ ഇവിടെ വരാൻ. മനസ്സിലായില്ല എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് നിന്നെന്നുള്ളത്? അതല്ല ഞാൻ പറഞ്ഞത്, ഒരു നൂല് പിടിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കറക്റ്റ് ശങ്കരാടി. അവിടെ നൂലൊക്കെ പിടിച്ചു, നമുക്കിവിടെ സെറ്റാക്കണം. ആരുടെയാണ്? ഇന്ത്യൻ രാഷ്ട്രീയ വേദിയിലെ ഒരു വേറിട്ട മുഖമാണ് ശ്രീ AK ആന്റണി. അദ്ദേഹത്തിന്റെ മലയാളത്തിലുള്ള പ്രസംഗവും അദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രിയായപ്പോൾ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച പ്രസംഗം ലൈവായിട്ട് കാണാനുള്ളത് എങ്ങനെയായിരുന്നു? ഓക്കെ. കമ്മ്യൂണിസ്റ്റുകാർ പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പദയാത്ര എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ദുർഭരണത്തിന് എതിരായിട്ടുള്ളൊരു നോട്ടീസാണ്. ഇത് UDF വിജയിക്കും എന്നാണ് എൻ്റെ നിഗമനം. എന്നാൽ ഇദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഇംഗ്ലീഷിലാണ് പാർലമെന്റിൽ പ്രസംഗിച്ചത്. അതിങ്ങനെ: ഫസ്റ്റ്ലി I would like to pay my condolence to the 20 soldiers who have committed their life to the nation. Secondly, I wish a solid and corrective government in central government. That is enough. Okay, thank you. You are very super and that is enough. എന്ന് ഞങ്ങൾ പറയില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടുന്ന് അങ്ങ് കത്തി കയറിയിരിക്കുകയാണ്. ഇനിയും നമുക്ക് പെർഫോമൻസ് കാണാം. മനോജേട്ടാ, സീരിയസ് ആയിട്ട് ഒരു ആ പെർഫോമൻസ് കതറും കൂടിയാണ് ഇട്ട് വന്നിരുന്നെങ്കിൽ ലുക്കും അല്ലേ, ഫിഗർ ലുക്കൊക്കെ പൊളിച്ചേനെ. അത് തന്നെയാണെന്ന് വിചാരിച്ചത് നമ്മള്. ജോലി എന്താണ് ചെയ്യുന്നത്? ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലായിരുന്നു. മിമിക്രി കണ്ടിട്ടാണ് ജോലി കിട്ടിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5 വർഷം തുടർച്ചയായിട്ട് ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത്. ഇനി ആളുകൂടെ ക്രൈസ്റ്റിൽ. അപ്പോൾ അതിന് കിട്ടി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കത് ജോലി കിട്ടാനായിട്ട് സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. എൻ്റെ കൂടെ 165 പേരുണ്ടായിരുന്നു. എനിക്ക് മാത്രം അപ്പോയിന്റ്. 5 വർഷം ഡീസോൺ കലോത്സവത്തിലേക്ക്. അതായത് മിമിക്രിയിലൂടെ ജോലി കിട്ടി. അതാണ് സത്യമാണ്. നമുക്ക് അല്ലാണ്ട് ഒന്നല്ലായിരുന്നു ഞാൻ. ഇത് ആണ് എനിക്ക് ജോലി. അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പെർഫോമൻസ് അല്ലേ മനോജേട്ടാ? സീരിയസ് ആയിട്ട് നിന്ന് മാധവൻ സാർ. സാർ, ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തകച്ചിതാരൻ ആവുമ്പോൾ ആ കോട്ടപ്പുറത്തിന്റെ ഭാവി പെണ്ണും കാണല്ലോ. ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും കോട്ടപ്പുറ സാർ തകച്ചിതാർ സാർ തമ്മിൽ നേരത്തൊരു വടംവലി ഉണ്ടായിരുന്നു. അതിന്റെ പ്രതികാരമാകാനും മതി. എന്തായാലും സാർ ഈ തകച്ചിതാറിയൊന്ന് കണ്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിന് ശ്രമിക്കുന്നത് ആ ബുദ്ധി. നമ്മുടെ നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം വനിതാ നിയമസഭാ അംഗമായിരുന്ന ശ്രീമതി KR ഗൗരിയമ്മ അവരുടെ അവസാന നാളുകളിൽ മരിക്കാൻ 3 മാസമുള്ളപ്പോൾ ഒരു ലൈവായിട്ട് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു. അതിങ്ങനെയായിരുന്നു ഒരു സംസാരം. ഇങ്ങനെയായിരുന്നു: 1988 വരെ KR ഗൗരിയമ്മ എന്ന് പറയുന്ന ഞാൻ പാർട്ടിയുടെ എല്ലാമായിരുന്നു. 1987 കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി ആയിടും എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് സഖാക്കൾ വോട്ട് നേടിയത്. ഒരു കാരണവശാലും KR ഗൗരിയമ്മ എന്ന ഞാൻ കേരളത്തിന് മുഖ്യമന്ത്രിയാകരുതെന്ന് EMSന് നിർബന്ധമുണ്ടായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ഓക്കെ ഓക്കെ സൂപ്പർ യെസ് ജാഫ്രിക്ക ആണ് ഓക്കെ. അപകടം പറ്റിയാലും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ജോലിക്ക് പോയില്ലെങ്കിണ്ടല്ലോ ഓ. കുടുംബം മുടിഞ്ഞ കളയും. ഞങ്ങളുടെ നാട്ടിലൊരു ചെറുക്കൻ തെങ്ങ കയറിയതാ. തെങ്ങേന്ന് താഴെ വീണിട്ട് നട്ടെല്ലൊന്ന് കൂട്ടി. 10 ഏക്കർ സ്ഥലവും ചുറ്റുപാടൊക്കെ ഉള്ള വീട്ടിലായിരുന്നു. അവസാനം സ്ഥലം മൊത്തം വെച്ച് ചികിത്സിച്ചു. അസുഖമൊട്ടും മാറിയില്ല. സ്ഥലം മൊത്തം പോവുകയും ചെയ്തു. പിന്നെ കണ്ണിച്ചോരയുള്ള നാട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് പിരിവും സഹായങ്ങളൊക്കെ ആയിട്ടെങ്കിൽ ജീവിച്ചു പോകുന്നു. ആ കൊള്ളാം ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ് ചേട്ടാ. ഈ ഗോപകുമാർ എന്ന് പറയുന്ന ഗോപൻ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യങ്ങൾ ഒരാൾ തന്നെ 2 പേർക്കാണ് ശബ്ദം നൽകിയത്. അതെങ്ങനെയാണെന്നോ? കാർട്ടൂൺ ഫിലിമില് ഗോപാല ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനോ തെങ്ങിന് തടമെടുക്കുന്നു. ഓഹോ, തെങ്ങിന് തടമെടുക്കേണ്ടത് ഇങ്ങനെയാണോ? പിന്നെ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തരൂ. ഉപഭോക്താവേ, ടോൾ ഫ്രീ നമ്പറായ 882243 വിളിക്കൂ. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. സൂപ്പർ സൂപ്പർ കൊള്ളാം. യെസ്, പെർഫോമൻസ് നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കാം അവർ എത്രത്തോളം ഞെട്ടി എന്നുള്ളത്. നാദിക, എന്താ പറയാ, ശരിക്കും ഈ ഏജ് എന്നൊക്കെ പറയുന്നത് വെറും നമ്പേഴ്സ് ആണെന്ന് വീണ്ടും വീണ്ടും പല കലാകാരന്മാരും വന്നിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ശരിക്കും നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ തരുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഈ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ വന്ന വരവും നിപ്പും പ്രസൻറ്റേഷനെല്ലാം അതിനൊരുപാട് ഭാഗ്യം ചെയ്യണം. നമ്മൾ എന്തോരം അല്ലെങ്കിൽ എത്ര സമ്പാദിച്ചു കൂട്ടി എന്ന് പറഞ്ഞിട്ട് അതിലല്ല കാര്യം. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നമ്മൾക്ക് ഒരു സന്തോഷം നൽകുന്ന തരത്തിലുള്ളൊരു ലൈഫ്, ആ ലൈഫിന് നമ്മളുടെ ചുറ്റുപാടുമുള്ളവർ ഇങ്ങനെ കുട പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ആദ്യം ഞാൻ ചേട്ടൻ്റെ ഫാമിലിക്കാണ് അതിന് ഒരു നല്ല സാല്യൂട്ട്. കാരണം ആ ഫാമിലിയാണ് ചേട്ടൻ്റെ ഈ മാനസിക സന്തോഷത്തിൻ്റെ കാരണക്കാർ. അന്വേഷണം പറഞ്ഞ കുടുംബത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തും ഭയങ്കര രസമുള്ള അല്ലെങ്കിൽ ചെയ്ത ശബ്ദങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇതിനു മുമ്പ് ഈ വേദിയിൽ മിമിക്രി വേദിയിൽ എത്ര വയസ്സ് തൊട്ട് വന്നതാണ്? അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ജയറാം സാറിൻ്റെ കാസറ്റ് കണ്ടിട്ടാണ് ആദ്യമായിട്ട് നസീർ സാറിനെ അനുകരിച്ച് തുടങ്ങിയത്. 5ാം ക്ലാസ്സിൽ വെച്ച് 5 സ്റ്റാറുകൾ പഠിച്ചു. നസീർ സാറ്, സതീഷ് സാറ്, മധു സാറ്, മമ്മൂട്ടി സാറ്, തെലുങ്കൻ സാറ്. എന്നിട്ട് ഈ സാറുമാരൊന്നും ഇവിടെ കണ്ടില്ല. പഠിച്ചു. പിന്നെ രാജമാഷ് രാജനിടിക്ക് അദ്ദേഹമാണ് എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ കലാഭവനിൽ പഠിച്ചതാണ്. ഓ ശരി, പഠിച്ചതാണ്. രാജൻ ഞങ്ങളുടെ ട്രൂപ്പിലായിരുന്നു. ഇടുക്കി രാജൻ, എനിക്കറിയാം. തടിയമ്പാട്. അതെ. പിന്നെ ഇമ്മ സ്വന്തമായിട്ടൊരു ട്രൂപ്പുണ്ട്, കൊച്ചിൻ റൊമാൻറ്റിക് കച്ചാമ്പതാം. കൊച്ചിൻ റൊമാൻറ്റിക് കച്ചാമ്പതാം. കച്ചാബദാം പേര് കിട്ടി. പ്രോഗ്രാമിന്റെ പേരാ. ആണോ? സൂപ്പർ, കൊള്ളാം. ഓക്കെ, അപ്പൊ നാദിക ഞാൻ ഈ പക്രിച്ചേട്ടൻ അടുത്ത് ചോദിക്കാം അല്ലേ? പക്രിച്ചേട്ടാ ഓക്കെ, എങ്ങനെയുണ്ട്? 2 പേരും പൊളിച്ചടുക്കി കളഞ്ഞു. സാധാരണ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഇതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനോ ഉള്ള രീതിയിലൊക്കെ അങ്ങനെ ഇരിക്കാം. പക്ഷെ ഇവർ ആദ്യം തന്നെ വന്നു കഴിച്ചിട്ട് നമ്മളെ ഇവരുടെ സൈഡാക്കി കളഞ്ഞു. സാർ കഴിഞ്ഞോ? ഞാനൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇല്ല, ഞാൻ ഒരു കുഴപ്പമില്ല. എനിക്ക് പൊക്കം കുറവുള്ള കാരണം കൊണ്ടേ പലപ്പോഴും നമ്മൾ ഓഫീസിലെ വർക്ക് പറയുമ്പോൾ പറയാൻ പാടില്ല, എന്നാലും എല്ലാവർക്കും അറിയാവുന്ന എന്നെ ഒരു ഇരട്ട പേരുണ്ട്, മുണ്ടൻ ശിവെന്ന് വിളിക്കും. പൊക്കം കുറഞ്ഞ ആളെന്നാണ്. അപ്പം ഞാൻ സാറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാറ്, ചൂണ്ടിക്കാണിക്കാറ്. ഞാൻ പറയും, അജയൻ സാറിന് നോക്ക്, സാറ് പുള്ളി കല്യാണം കഴിച്ചില്ലേ, കൊച്ചുണ്ടായില്ലേ, ഭാര്യ സുഖമായിട്ട് ജീവിക്കില്ലേ. ചേട്ടാ, ഇതൊക്കെ നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു പൊക്കക്കുറവല്ല. ഈ സാധാരണ ഉള്ള ആളുകൾക്ക് അല്പം കുറയുമ്പോഴാണ് കൂടുതൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനെ ചേട്ടൻ ചിരിച്ച് തമാശയോടുകൂടി തന്നെ അതിനെ പറഞ്ഞു വിട്ടു. ഒരു ഉദാഹരണത്തിന് എൻ്റെ പേര് പറഞ്ഞു. പക്ഷേ അതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്ത് അങ്ങൊരു നല്ല കലാകാരനാണ്. ഇവർക്കൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 10 പേര് കൂടുമ്പോൾ ഇങ്ങനെ നിന്ന ആർട്ടിസ്റ്റുകളെ അനുകരിച്ച് കയ്യടി മേടിക്കാനോ അല്ലെങ്കിൽ രസിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല. അവർക്കറിയാവുന്ന ചിലപ്പോൾ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തമാശയ്ക്ക് ഓരോ കൊട്ടുപോലെ, അതും സ്നേഹം കൊണ്ടായിരിക്കും. അതും മാത്രമല്ല, ഇപ്പം ഈ ഹൈറ്റ് എന്ന് അല്ലെങ്കിൽ ഇത്തരം പറഞ്ഞ്
എന്തെങ്കിലും വിധത്തിൽ തമാശക്ക് ഇങ്ങനെ ഞൊട്ടിയ ആൾക്കാരെ ഈ ഒരു ഏജിൽ ഇതുപോലെ കോമഡി മാസ്റ്റർ പോലെ ഒരു വേദിയിൽ വന്ന് നിന്ന് ഇതുപോലെ തകർക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പം പറഞ്ഞ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് ഇതുപോലെ പോട്ടെ. ഇനി അദ്ദേഹത്തിലേക്ക് വന്നാൽ ഉഗ്ര ശബ്ദം. അങ്ങയുടെ മുതൽക്കൂട്ടെന്ന് പറഞ്ഞത് അങ്ങയുടെ ശബ്ദമാണ്. രൂപം വേറെ, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ മിമിക്രിയാണോ അല്ലെ നാടകമാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുന്നു എന്നില്ല, മിമിക്രിയാണോ നാടകമാണോ എന്നുള്ളൊരു ഫിഗറാണ്. ഒപ്പം സംസാരിക്കുക പറഞ്ഞാൽ തീർന്ന് കലാകാരനാണെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മളിലുണ്ട് ആ ഒരു കല എന്ന് പറയുന്നത്. നല്ല ശബ്ദം, നല്ല അനുകരണം, കുറച്ചേ ചെയ്തുള്ളൂ, പക്ഷെ അതെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടിമാമ, ഞാൻ നെട്ടിമാമ. ഭയങ്കര രസമായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ടുണ്ട്. ജോലിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ മിമിക്രിയും കൊണ്ട് നടക്കുക, കലാകാരനാവാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു കലാകാരനാവാം, ഒരു കലാകാരിയാവാന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരാണ് കലാകാരന്മാരും കലാകാരികളും ആവുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്, ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇനി അങ്ങോട്ടേക്കായിരിക്കും നിങ്ങളുടെ സമയം. സത്യം പറഞ്ഞാൽ ഈ ഒരു വേദി അതിന് ദൈവം തന്നതെന്ന് വിചാരിക്കുക. ഒരുപാട് ഇനി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ, ഒരുപാട് പേര് അറിയപ്പെടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.